ഇന്ന് ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത്. ഞാൻ കരുതി ടൊയോട്ടന്റെ മൊയലാളിന്റെ മോന്റെ കല്യാണം മോളെ കല്യാണത്തിനൊക്കെ പുതുക്കം പോണ വണ്ടിയായിരിക്കും. അതേമാതിരി കണ്ടമാനം വണ്ടികൾ ഇങ്ങനെ വരിക്ക് റോട്ടുമേൽ നിറച്ചും, അതും കോളീസ്. സംഭവം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അതിന്റെ മുട്ടിൽ പിടിച്ച് അങ്ങനെ പള്ളിക്കൽ ബസാറിലെ AMUP സ്കൂൾക്കാണ്ട് എത്തി. ചെന്നപാടെ കണ്ട കാഴ്ചയാണിത്. ഒരു സ്വർണ്ണ കളർ വണ്ടി അതാ വട്ടം കറക്കി ബാക്കിക്ക് ഇങ്ങനെ വരുന്നേ. അതിനൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഞാൻ അവനോട് ചോദിച്ചു എവിടെ സ്ഥലം, എന്താ പേര്? കൊല്ലത്താണോ അവന്റെ സ്ഥലം? ഈ കോളീസും കൊണ്ട് കൊല്ലത്തുനിന്ന് മലപ്പുറത്തേക്ക് ഇപ്പം വന്നിനെങ്കിൽ ഓന്റെ പിരാന്ത് ചില്ലറല്ലോ. അച്ഛൻ വാങ്ങിയ വണ്ടിയാണ്. മോന്റെ വണ്ടി പിരാന്താണ് ഈ കാണുന്നത്. ഈ വണ്ടി ഇക്കൊലത്തിലാക്കിയത്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കൊല്ലത്തുനിന്നും കോട്ടയത്തുനിന്നും മാത്രമല്ല എല്ലാ ജില്ലയിൽ നിന്നുള്ള കോളീസുള്ള വണ്ടി പിരാന്തന്മാര് ഓരോ വണ്ടിയും കൊണ്ട് ഇവിടെ എത്തിയെന്ന്. ഈ സ്കൂളിന്റെ മുറ്റം നിറച്ചും കോളീസ് കൊണ്ട് നിറഞ്ഞെന്ന്. അത് പറഞ്ഞ് ഈ തൊള്ളേക്ക് നാവാണ്ട് ഇട്ടില്ല. 3 മോചേരിട്ടികൾ ഇതാ നിൽക്കുന്നത്. അതിൽ 2 ആൾ ഇരട്ടകളാ. ഓല കോളീസാണ് കിട്ടോ. ഒപ്പം ഗൾഫിൽ നിന്ന് ലീവിന് വന്ന പ്രവാസികളും എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. കോളീസ് ക്ലബ്ബ് കേരള ഓല 4ാമത്തെ മീറ്റപ്പ് വാട്സപ്പ് കൂടെ തുടങ്ങിയ സൗഹൃദം ഇന്ന് ഈ സ്കൂളിന്റെ മുറ്റത്തെത്തിയാണ്. ഓരോ കൊല്ലവും കേരളത്തിന്റെ ഓരോ ഭാഗത്ത് വെച്ചുകൊണ്ട് മീറ്റപ്പ് നടത്തലുണ്ടല്ലോ. എന്നാൽ എന്താണ് ഈ കോളീസിന് എത്രയേറെ മനുഷ്യന്മാർ സ്നേഹിച്ചാനുള്ള കാരണം എന്നല്ലേ? കുടുംബത്തിലെ എല്ലാവർക്കും കൂടി നല്ല സുഖത്തിൽ പോവാൻ ഒരു ഉയരമുള്ള നല്ല വണ്ടി ഇല്ലാത്ത കാലത്താണ് ജപ്പാനിൽ നിന്ന് വന്ന ടൊയോട്ട 2000-ൽ കോളീസും കൊണ്ടുവരുന്നത്. അന്ന് 5 ലക്ഷം മുതൽ എക്സോറും വിലയുള്ളേ. ഈ കാറിന്റെ നിറം കൊണ്ടും ഉയരം കൊണ്ടും പല കോലത്തിൽ പല വഴിയിലും മലയാളികളെ മനസ്സിന്റെ ഉള്ളിൽ നെണ്ടിറക്കി പിടിച്ച മാതിരത്തെ ചിഹ്നമുള്ള ടൊയോട്ടന്റെ ഈ ലോഗോ ആണ്ട് കയറിക്കൂടി. ആൾക്കാരെ മനസ്സ് കീഴടക്കിയ ജനപ്രിയ വാഹനമായി ഈ വണ്ടി മാറി. അന്നത്തെ കാലത്തൊക്കെ ചെറിയ വിലക്ക് സെൻട്രലൈസ്ഡ് AC കിട്ടണ വണ്ടി, വീതിയും വിസ്താരമുള്ള വണ്ടി, നല്ല വലിപ്പമുള്ള ഗ്ലാസ്. അതിൽ തന്നെ ആദ്യത്തെ മോഡലിൽ നീക്കണതും 2ാമത്തെ മോഡലിൽ പൊന്തിച്ചതുമായിട്ടുള്ള ബാക്ക് ഡോർ ഗ്ലാസുകൾ വന്ന് അത് സ്വിച്ചിട്ട് നിൽക്കുക പൊന്തും ചെയ്യും താവും ചെയ്യും. അങ്ങനത്തെ പവർ വിൻഡോ ടൈപ്പുകൾ, ഇരിക്കാനും ഓട്ടാനൊക്കെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്. കയറിയിരുന്നാൽ ഇത്രയും നീളമുള്ള വണ്ടിയാണെന്ന് തോന്നുന്നില്ല. ഇതിനെ കൊണ്ടെടുക്കാൻ എന്താ സുഖം എന്നറിയോ? ഒരൊറ്റ തിരിച്ചാൽ ഏത് വളവും തിരിഞ്ഞു കിട്ടും. വലിപ്പം തന്നെ വീരയൂല. ഗ്രില്ലിന് ചെറിയൊരു മാറ്റത്തിൽ 2 മോഡൽ ബൽ കൊണ്ടുവന്ന് പല വേരിയന്റുകളും കൊണ്ടുവന്ന് പല നിറത്തിൽ ഇത് റോട്ടുമൽ ഇങ്ങനെ നിറയാൻ തുടങ്ങിയപ്പോൾ ടൊയോട്ട കമ്പനി 2005-ൽ ഈ വണ്ടി ഇനി ഇറക്കണില്ല എന്നാണ് തീരുമാനിച്ചു. ആ കിടക്കണ ഗണ്ടിയും വെള്ളവും 5 കൊല്ലം കൊണ്ട് ഈ വണ്ടി ഇറക്കണതാണ് നിർത്തി. അപ്പോത്തിന് ഇത് റോഡ് നിറഞ്ഞിട്ടോ. പിന്നെ എങ്ങനെ ഇത് നിർത്താതെക്കുക? ഈ വണ്ടി വാങ്ങിയാൽ കംപ്ലൈന്റ് വരൂലെന്ന്. ഇതാണെങ്കിൽ പയക്കം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു 1.5 മുതലും. ഈ വാർത്ത കോളീസ് പ്രേമികളുടെ ഇടയിൽ തീക്കനൽ പോലെ പടർന്ന്. പക്ഷേ തളർന്നില്ല. കൊല്ലം 20 കഴിഞ്ഞ് ഇപ്പോഴും റോഡിലെ രാജാവായി നമ്മളെ റോഡ് ഭരിക്കാൻ പല നാട്ടിൽ ഇന്നും മൂപ്പരുണ്ട്. മൂപ്പരെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും. അപ്പൊ പല നാട്ടിൽ നിന്ന് ജില്ലകളിൽ നിന്ന് കൊല്ലത്തിൽ ഒരിക്കൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒന്ന് കൂടി തമ്മിൽ വണ്ടിനെ കുറിച്ചും വണ്ടിയിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചും അങ്ങനെ കോളീസിന്റെ അകം പോലെ വലിയൊരു ലോകവും വലിയ മനസ്സുള്ള കുറെ വണ്ടി പിരാന്തന്മാരായ കോളീസിന്റെ ആരാധകരായ കോളീസ് പിരാന്തന്മാരായ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. ഓലാണ് ഇതൊക്കെ. കോളീസ് ഇറങ്ങിയ കാലത്തുള്ള ബ്രോഷർ മറിച്ച് നോക്കി ഓർമ്മകൾ അയവിറക്കണ എത്ര ആൾക്കാർ. ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരും ഓല ഒരുപാട് വണ്ടികളും. ചെറിയ റോട്ടുമെന്ന് വലിയ റോട്ടുമക്ക് കോളീസുമായി ഒരു നീങ്ങാണ്. കോളീസ് ക്ലബ്ബ് കേരളത്തിന്റെ പല ജില്ലകളിലത്തെ മെമ്പർമാരായിട്ടുള്ള എല്ലാവരും ഓലപ്പം നമ്മളും ഇവിടുന്ന് വിടുകയാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട തൊട്ടപ്പുറത്ത് തട്ടിക്കോളിട്ടോ. മറ്റൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ തട്ടി കൊടുക്കണം.